അപ്പൊ ആ സമയത്താണ് വ്യാജരേഖ ഇവരുണ്ടാക്കിയത്. അജും അങ്ങനെ ചെയ്യൂലല്ലോ. അജുമ്യാന്നല്ല ഇത് കള്ളൊപ്പിടൂലല്ലോ. ഒപ്പിടൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും മക്കളൊന്നുമില്ല, എല്ലാരും വേറെ വെക്കാൻ കടവിട്ടേക്കും അറിയില്ലല്ലോ. ആ അതന്നെയല്ലേ പറയുന്നത്. അപ്പൊ ആ സമയത്താണ് വ്യാജരേഖ ഇവരുണ്ടാക്കിയത്. അജും അങ്ങനെ ചെയ്യൂലല്ലോ. അജുമ്യാന്നല്ല ഇത് കള്ളൊപ്പിടൂലല്ലോ. ഒപ്പിടൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും മക്കളൊന്നുമില്ല, എല്ലാരും വേറെ വെക്കാൻ കടവിട്ടേക്കും അറിയില്ലല്ലോ. ആ അതന്നെയല്ലേ പറയുന്നത്. ഇന്നെല്ലാം നശിച്ചു. ഇന്ന് നല്ല മനുഷ്യന്റെ ഉടമടില്ല, അതാ പ്രശ്നം. എല്ലാത്തിനും ഇത് നിങ്ങളോട് ഞാൻ മുൻതട്ടിക്ക് നിങ്ങൾ തന്നെ എനിക്ക് നേടാനുള്ളതെന്ന് ചിന്തിക്കുക ആദ്യം. അങ്ങനത്തെ ഒരു കാലഘട്ടമായി നിങ്ങൾ എന്നോട് മുണ്ടെങ്കിൽ ഓനോടൊന്നാ നേടാൻ പറ്റുക. അങ്ങനെ ഉണ്ടെങ്കിൽ മുണ്ട വെറുതെ വേസ്റ്റ് ടൈം വേസ്റ്റ് ആകുന്നില്ല. കാരണം മൊത്തം ജനങ്ങളുടെ ചിന്താഗതിയെ നശിച്ചു വരിക. അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു കൂലി ആയിരിക്കും പ്രധാനം. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ കുടുംബത്തിന്റെ വായ്മ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് കാര്യം. അതെല്ലാം അള്ള കൊടുക്കണ്ടല്ലേ. അത് ഞാൻ സിംസാറിനൊക്കെ വാല്യൂ കെട്ടണേ. അതായത് ദുനിയാവിൽ വരും പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്തും പിന്നെ ഒരു ലോകം ഉണ്ട്. ഒരു എല്ലാ മനുഷ്യനും അതിന് മുമ്പൊരു ലോകം ഉണ്ടാവും. അത് നേരം നമ്മള് ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അതായത് ദുനിയാവിൽ എത്തുന്നതിനും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു ലോകം ഉണ്ട്. അവിടെ വെച്ച് ആരെല്ലാം പണങ്ങിയോ അവർ ദുനിയാവിൽ എത്തിയാലും പണങ്ങും. നേരം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനിലെല്ലാം പോയ പോലെ കാലും കൈ ഓർക്കാത്ത ഇതിലുണ്ടായ കോലം. ഭൂമിനാക്കണി മുമ്പ് നമ്മളെ ഇതിലായി വരുന്നതിന് മുമ്പ്. അപ്പോ അവിടെ വെച്ചിട്ട് ആരെല്ലാം അവിടെ വെച്ചിട്ട് ആരെല്ലാം തെറ്റിപ്പിരിഞ്ഞോ ആരെല്ലാം ദുനിയാവിലെത്തിയാലും തെറ്റിപ്പിരിയോ. അവിടെ വെച്ച് ആരെല്ലാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ദുനിയാവിലെത്തിയാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ അവിടെ അതിന്റെ കണക്ക്. അങ്ങനെ അല്ല അന്ന് എന്താ അങ്ങനെ എന്തെങ്കിലുമല്ലോ ആയി കാക്കും ചെയ്യണം, ഹൈറാക്കി തരുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുക. കുടുംബത്തിലാരും മോശമായി പോയത് ആരും നാളെ നമുക്ക് നമ്മളെ മാതാപിതാക്കൾ നല്ലൊരു കൾച്ചർ തന്നെ. അതായത് നമ്മൾ അതിനെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകാതെ ഇരുന്നിട്ട് നമ്മളെ കുറെ അങ്ങനെ ചിരിച്ചിട്ട് കാര്യമില്ല. അതിനിടയിൽ വേറൊരു വർത്താനം കൂടി കേട്ട് എനിക്കത് സ്വീകാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഒരു വർത്താനം കേട്ടതാണ്. കഴിഞ്ഞ പിന്നെ ഇതിപ്പോ 2015 ജനുവരി അല്ലേ, 2014 ജനുവരിയിലും ഇവരെല്ലാം കൂടി ഉമ്മാനെ പിടിച്ചടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ലോ രേഖ ഉണ്ടാക്കി. ഈ 2015 ഇപ്പോ ഈ ഒരു മാസമായിട്ടില്ല. ഇന്നിപ്പോ എത്ര 15-16 ലൈഫിലെ തീയതി. ഈ 15 ദിവസത്തിന്റെ ഉള്ളിൽ വീണ്ടും എന്തോ അടിച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ച് പറഞ്ഞു. വിശ്വസനീയമോ അല്ലയോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നരകത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ച ഉമ്മാന്റെ കാലും കീഴിന്റെ അടിയിലാ സ്വർഗോ. അത് നേടാനില്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതായത് ശരിക്കും ഒരു നള്ളക്കണ്ടിയിലെ പെണ്ണുങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ഔട്ടാക്കിയത്. ആ പെണ്ണുങ്ങളിങ്ങനെ പിന്നെ മാമാജിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ജനലിലോട്ട് നോക്കുമ്പോൾ കണ്ടുപോലെ ഇവരെല്ലാം കൂടിയിട്ട് ഇതാക്കുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ചന്റെ ഉള്ളില് വീണ്ടും എന്തോ അവര് പണിയൊപ്പിച്ചിട്ടുണ്ട്. കൈപൊട്ടിയിട്ടെല്ലാം ഉള്ളത് എന്തെല്ലാം അടിക്കുന്നെല്ലാം കണ്ടിരുന്നു പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തട്ടന്റെ അളപ്പിലെ നാസറില്ലേ, അതെ നാസറിനെ അറിയാം. നേരെ റോഫിന്റെ ഏട്ടന്റെ മോളെങ്ങലാന്ന് 2014. ആ സമയത്താണ് ഇത് നടന്നത്. ഓന്റെ കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോ കൈപൊട്ടി കിടക്കുകയെന്ന് ഇവരെന്നെ പറയുന്നു. അപ്പൊ ആ സമയത്താണ് വ്യാജരേഖ ഇവരുണ്ടാക്കിയത്. രജിസ്റ്റർ